എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, നല്ല ഉറക്കം തൂങ്ങിയ അവസ്ഥയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് വൈകിട്ട് ഒരു ഗേൾസ് നൈറ്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റെഡി ആവാൻ പോവുകയാണ്. വസുക്കുട്ടി കിടന്ന് ഉറങ്ങുന്ന ഗ്യാപ്പിലാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. വസുക്കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിക്വിലിൻ്റെ മോയ്സ്ചറൈസറാണിത്. എനിക്ക് വളരെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറേ ഉള്ളൂ, അത് തന്നെ എല്ലാ പ്രാവശ്യവും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. വിൽവേയുടെ ലിപ് ബാമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇത് പാക്കിൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഫ്രഷ് ഫീലിങ്ങിന് വേണ്ടിയിട്ട്. അല്ലാതെ ഒരു ഡീപ്പ് മേക്കപ്പ് ഒന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസൻറ്റബിൾ ആവാൻ വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ഫൗണ്ടേഷൻ മാത്രം ഇട്ടിട്ട് ബ്രഷും ഇല്ല സ്പോഞ്ചും ഇല്ല, കൈ വെച്ചാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തത്. ജസ്റ്റ് കണ്ടോ, ഇത്രയേ ഉള്ളൂ. മുഖം ഒന്ന് ഫ്രഷായി. അതൊരു വിധ അടിസ്ഥാനം ഇല്ലാതെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈ കിട്ടിയ സാധനം എടുത്ത് അപ്ലൈ ചെയ്യാണ്. ഞാൻ കെ ബ്യൂട്ടിയുടെ ഒരു ട്രാൻസ്ലൂസൻ പൗഡർ എനിക്ക് പെട്ടെന്ന് തിരഞ്ഞപ്പോൾ കിട്ടിയ ഒരു സാധനം, അത് ഞാൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് എനിക്ക് സെറ്റിംഗ് സ്പ്രേ കിട്ടിയപ്പോൾ അത് അടിച്ചു. ഓർഡറൊന്നും കറക്റ്റ് അല്ല കേട്ടോ. പിന്നെ എനിക്കൊരു ബ്ലഷ് പാലറ്റ് കിട്ടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സെറ്റിംഗ് സ്പ്രേ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ഹൈലൈറ്റർ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബ്ലഷ് ഇട്ട് കൊടുത്തു. ബ്ലഷ് ഇങ്ങനെ കണ്ടില്ല എന്നുള്ള പോലെ ഞാൻ ഇടുന്നുള്ളൂ. എനിക്ക് ബ്ലഷ് അധികം ചേരാറില്ല, എന്താണെന്നറിയാം, വലിയ കവളൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഞാനൊരു മറ്റേ ഐബ്രോ പെൻസിലെടുത്ത് ഐബ്രോസൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് വേറൊരു ഐബ്രോ പെൻസിൽ, ഒരു ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് എന്തായാലും പറയുക റഫായിട്ട് അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഇതിനെ സ്മോക്കി ഐസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രൗൺ സ്മഡ്ജ്ഡ് ഐസ് പോലത്തെ ഒരു ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കുഞ്ഞു കണ്ണുള്ളവർക്കൊക്കെ പെട്ടെന്ന് കണ്ണ് വലുതാണെന്ന് തോന്നിപ്പിക്കാൻ ഉള്ളൊരു പൊടിക്കൈയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കണ്ണിന് ഇത്തിരി വലുപ്പം തോന്നില്ലേ. അപ്പോൾ ശരിക്കും അങ്ങനെ ലീവ് ചെയ്താലും മതി. ആ മുകളിൽ മാത്രം അങ്ങനെ അപ്ലൈ ചെയ്ത് വാല് പോലെ കാണിച്ച് ലീവ് ചെയ്താൽ മതി. ഞാൻ അടിയിലും കൂടെ എഴുതാണ്. എനിക്ക് കുറച്ച് കരിവാരി തയ്ച്ച ലുക്കാണ് ഇഷ്ടം. ഇന്ന് ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പട്ടിക്കുട്ടികൾ സഹകരിക്കുന്നില്ല, വസുക്കുട്ടി സഹകരിക്കുന്നില്ല. ഭയങ്കര ഒച്ചപ്പാടാണ് ഇവിടെ. അപ്പോൾ ഞാനിങ്ങനെ പിന്നെയും കുറച്ച് കരിയൊക്കെ വാരി തേച്ചിട്ട് കൈ വെച്ച് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തപ്പിയപ്പോൾ മസ്കാര കിട്ടിയില്ല, അതുകൊണ്ട് ഞാനൊരു ഐലൈനർ എടുത്തിട്ട് ലാഷസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ 9 വർഷമാവാൻ പോകുന്നു. ആദ്യമായിട്ടാണ് ഒരു ഗേൾസ് ഔട്ടിങ് പോകുന്നത്. ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, അല്ലാതെ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എന്തായാലും സാധിച്ചു. അപ്പോൾ ഞാനൊരു ലിപ് ലൈനർ വരച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയൊരു ലിപ് ലൈനർ, പക്ഷെ അത് ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്കിന് മാച്ചായിരുന്നു. ഇത് മെയ്ബിലിൻ്റെ റൂളർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. പക്ഷേ ഇതെനിക്ക് നല്ല ഡാർക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചേരില്ല, അത്ര ഭയങ്കര ഡാർക്ക് കളർ എനിക്ക് ചേരാറില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് 2 മിക്സ് ചെയ്യാണ്. മെയ്ബിലിൻ്റെ മറ്റേ ടച്ച് ഓഫ് സ്പൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഓൾമോസ്റ്റ് എൻ്റെ ലുക്കെല്ലാം കഴിഞ്ഞു. ഇനി മുടിയാണ് സെറ്റ് ചെയ്യാനുള്ളത്. മുടി മാത്രം എന്തോ ദൈവം സഹായിച്ച് എൻ്റെത് പെട്ടെന്ന് നന്നാക്കിയാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. ബാക്കിയൊക്കെ ഞാൻ പിന്നെ അങ്ങോട്ട് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് ഇത്തിരി വെള്ളമാക്കാൻ വേണ്ടി അടുത്തുള്ള ബാത്റൂമിലേക്ക് പോയിട്ട് കയ്യിൽ ഇത്തിരി വെള്ളമാക്കുക. എന്നിട്ട് ഈ ഇത് ലീവ്-ഇൻ കണ്ടീഷണർ കുറച്ച് കയ്യിലാക്കിയിട്ട് 2 കയ്യിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞ് മുടിയിലാക്കി കൊടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ ഡ്രസ്സ്. ഇതെനിക്ക് അഞ്ജലി ചേച്ചി എനിക്ക് ഇവിടെ നിന്ന് US നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്ന കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. പിന്നെ കുറച്ച് വയറൊക്കെ കാണുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു അരഭാഗത്തേക്ക് നോക്കുമ്പോൾ കുളിക്കാൻ പോകുന്ന പോലത്തെ ഒരു ലുക്കുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ വയറൊക്കെ വലിച്ചു പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് നേരം സൗന്ദര്യാസ്വാദനത്തിൻ്റെ സമയമാണ്. അത്രയ്ക്ക് അങ്ങോട്ട് ഇത്ര നേരം എടുത്ത് സൗന്ദര്യം ആസ്വദിക്കേണ്ട എന്നുള്ളവർക്ക് ഇവിടെ വെച്ച് ഗെറ്റ് റെഡി വിത്ത് മീ നിർത്താം. ഞാൻ കുറച്ച് നേരം എൻ്റെ സൗന്ദര്യം ആസ്വദിക്കാമെന്ന് തീരുമാനിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് മുടിയിട്ട് ആട്ടി കളിക്കുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇനി താല്പര്യമുള്ളവർക്ക് കുറച്ച് നേരം ഇങ്ങനെ ഓവറാക്കാവുന്നതാണ്. കഴിഞ്ഞിട്ട് ഞാനൊരു നായികയുടെ എക്സ്പ്രഷൻ ഇടാൻ ഉദ്ദേശിച്ചു, പക്ഷേ നാഗവല്ലിയുടെ എക്സ്പ്രഷനായിപ്പോയി. ഇനി നമ്മളൊരു അറ്റകൈ പ്രയോഗമാണ്. നമ്മൾ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഷിമ്മറുള്ള ഒരു പ്രൈമർ ഉണ്ട്, അത് ഞാൻ കുറച്ച് മോയ്സ്ചറൈസറായിട്ട് മിക്സ് ചെയ്തിട്ട് കാല് കാണുന്ന ഒരു ഡ്രസ്സായതുകൊണ്ട് കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു, ഇച്ചിരി തിളങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരുങ്ങിയതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു ഗൈസ്. ഒരു പെർഫ്യൂമും കൂടെ അടിച്ചാൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ സക്സസ്ഫുള്ളി ഗേൾസ് പാർട്ടി പോയിട്ട് വന്നു.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റ. എല്ലാവരും ടേക്ക് കെയർ. എനിക്ക് പോകാനുള്ള സമയമായി. ഇവിടെ സൈറൻ വന്നു. ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.